തലവതി കച്ചേരി പാട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇനി അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞാൽ ഈ പടം ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ഇമേജ് മാറിയേനെ. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു ബാൻ വന്നതും ഇത് പോസ്റ്റ്പോണ്ട് ആയതും. ஏன்னா இந்த அளவுக்கு லீக்கான மூவிக்கு இவ்வளோ பெரிய ஓப்பனிங் வந்து நம்ம எக்ஸ்பெக்ட் பண்ண முடியுமான்னு எல்லாருமே வந்து முடியாதுன்னு சொன்னாலும் அது நடக்குது. எங்களுக்கு எப்பவுமே ஆக்டர் விஜய் தான். விஜய்னாலே பிடிக்குங்க. எங்களுக்கு எப்பவுமே, ஏன்னா இப்போ வந்து ஒரு சூப்பர் படம், பிளாக் பஸ்டர். தளபதியை பார்க்க പൊളിറ്റിക്കൽ പടം ഇല്ല, തിരിച്ച് വരണമെന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് തളപതി CM ആയല്ലോ, ഇനി തിരിച്ച് വന്നില്ലെങ്കിൽ കുഴപ്പമില്ല. ജനനായകന്റെ FDFS ആഘോഷമാണ് നമ്മൾ ഈ കാണുന്നത്. ബാക്കിലോട്ട് നോക്കണ്ട, കാണിച്ചു തരാം. തലവതി കച്ചേരി പാട്ടൊക്കെ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇനി അങ്ങനെ ഒരു സ്ക്രീൻ പ്ലേ ഒക്കെ കാണാൻ പറ്റുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ വിജയ് ഫാൻസാണ്. വിജയ് ഫാൻസിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അതെ, നമുക്ക് ശരിക്കും ഇതൊരു പടം ശരിക്കും എൻജോയ് ചെയ്ത് കാണാൻ പറ്റിയെന്ന് ചോദിച്ചാൽ നമുക്ക് 100% പറയാൻ പറ്റില്ല. കാരണം വെച്ചാൽ നമുക്ക് ഇമോഷണലി കുറേ കണക്റ്റ് ആവും. ഞങ്ങൾ നമ്മുടെ സ്വന്തം ഒരു അണ്ണനെ പോലെയാണ് കാണുന്നത്. നമ്മൾ മാത്രമല്ല, ഇവിടെ വന്നേക്കണ എല്ലാവരും. രാവിലെ ഇതുപോലൊരു ഫാൻ ഷോക്ക് വന്നിട്ടുണ്ടെങ്കിൽ, അതും ലീക്കഡായിട്ടുള്ളൊരു പടത്തിന് ഇതുപോലെ കേരളത്തിലെ ഫാൻ ഷോക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് അണ്ണൻ്റെ പടത്തിന് മാത്രമേ വരത്തുള്ളൂ. ഞങ്ങൾ ഒരു ലീക്ക് പോർഷൻ പോലും കാണാതെ ഞങ്ങൾ കാത്തിരുന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല. പാട്ട് പോലും മര്യാദ കണ്ടിട്ടില്ല. ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നത്. പക്ക എൻ്റർടൈനർ ആയിരുന്നു. ആദ്യം മുതൽ അവസാനം വരെ അടിപൊളിയായിരുന്നു. സൂപ്പർ. ഉറപ്പായിട്ടും നമ്മൾ ഈ പടമൊക്കെ കാണുമ്പോൾ തിരിച്ച് എന്തായാലും വിജയ് തിരിച്ചു വരണം തന്നെയാണ് ആഗ്രഹം. ഇമോഷണലിനെക്കാട്ടിലും ലൈക്ക്, അതായത് പക്ക ഒരു പൊളിറ്റിക്കൽ, അതായത് ശരിക്കും പറഞ്ഞാൽ ഈ പടം ഇലക്ഷൻ്റെ സമയത്ത് തന്നെ ഇറങ്ങണമായിരുന്നു. അപ്പോൾ ഭയങ്കര ഒരു ഇമേജ് മാറിയേനെ. അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരു ബാൻ വന്നതും ഇത് പോസ്റ്റ്പോണ്ട് ആയതും. അല്ലായിരുന്നെങ്കിൽ ഭയങ്കര ഇമ്പാക്റ്റ്. എനിക്ക് തോന്നുന്നു ഈ വിജയ്ക്കിട്ട് എനിക്ക് തോന്നുന്നു 100 സംതിങ് അല്ലായിരുന്നു. ആ വേണമെങ്കിൽ അതിലും കൂടുതൽ സീറ്റ് ആയേനെ. ആ ഒരു വെച്ചാൽ ലൈക്ക് ഇത് തമിഴ്നാടിൻ്റെ കാര്യം മാത്രമല്ല, കേരളത്തിൽ ഒരു തരംഗമാകാൻ ചാൻസ് ഉണ്ട്. ஸோ இது வந்து அஸ் அ ஃபேனாக எங்களுக்கு வந்து ஒரு சேரான மூமெண்ட் தான். ஏன்னா இப்போது இந்த அளவுக்கு வந்து இப்போது இந்த ஜெனரேஷன் எடுத்துக்கிட்டா, இப்போது அதாவது நாங்கள்லாம் இருக்கிற ஜெனரேஷனில் இப்போது விஜய், அஜித் அந்த மாதிரி ஒரு ஃபேண்டம் இருக்கிற மாதிரியான ஹீரோஸ் இதுக்கப்புறம் இருக்க மாட்டாங்கங்கிற மாதிரி தான் இருக்குது நம்ம ரியாலிட்டி பார்த்தோன்னா. ஏன்னா இந்த அளவுக்கு லீக்கான மூவிக்கு இவ்வளோ பெரிய ஓப்பனிங் வந்து நம்ம எக்ஸ்பெக்ட் பண்ண முடியுமான்னு எல்லாருமே வந்து முடியாதுன்னு சொன்னாலும் அது நடக்குது. விஜய்ங்கிறதுனால அது நடக்குது, அந்த நேமுக்காக அது நடக்குது. ஸோ அந்த நேமையும் தாண்டி அவர் எல்லாரையும் நல்ல ஒரு பாத்தில் கூட்டிகிட்டு போகிறனால இது நடக்குது. ஆஸ் அ விஜய் ஃபேன்ஸாக வந்துட்டு எங்களுக்கு இவ்வளோ வருஷமாக வந்துட்டு ஒரு பொங்கல், தீபாவளி, ஓணம், பக்ரீத், ரம்ஜான், கிறிஸ்மஸ் இதெல்லாம் விட ஒரு பெரிய என்ன சொல்கிறது, ஒரு பெரிய ஒரு பண்டிகை இருந்தது. வருஷத்துக்கு 2 தடவையோ இல்லைன்னா ஒரு தடவையோ இந்த மாதிரி எங்கள் தளபதி படத்தை வந்துட்டு முதல் நாள்லேருந்தே, இன்ஃபேக்ட் வந்துட்டு ஃபஸ்ட் லுக் வெளியே வந்ததுலேருந்தே வந்துட்டு நாங்கள் செலிப்ரேட் எப்படா பண்ணுவோன்னு காத்துட்டு இருந்து, அது ஒரு நாள் ஃபைனலாக அது நடக்கும்போது அந்த ஃபீலிங் எப்படி சொல்கிறதுன்னு தெரியல. இவ்வளோ வருஷமாக அந்த ஒரு ருசி எங்களுக்கு இருந்தது. பட் இப்போ திடீர்னு அது எல்லாம் கட் ஆகுது அப்படின்னு நினைக்கும்போது எப்படி சொல்கிறது, வீட்டில் நல்லா செல்லமாக சாப்பிட்டு கேட்டதெல்லாம் கிடச்சி வளர்ந்த ஒரு குழந்தைய திடீர்னு ஒரு நாள் கொண்டு போய் ஸ்கூல் ஹாஸ்டலில் விட்டால் எப்படி ஃபீல் பண்ணுவாங்களோ அந்த மாதிரி நாங்கள் ஃபீல் பண்ணுறோம். சூப்பர் படம், பிளாக் பஸ்டர். தளபதியை பார்க்க பொலிட்டிக்கல் படம். பக்கா பொலிட்டிக்கல், சூப்பர் படம். டிவிக்கேல பக்கா பொலிட்டிக்கல் படம். தளபதியை நம்ம ஆசை CM ലാസ്റ്റ് ഇല്ല, തിരിച്ച് വരണമെന്നില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് തളപതി CM ആയല്ലോ, ഇനി തിരിച്ച് വന്നില്ലെങ്കിലും കുഴപ്പമില്ല. ലാസ്റ്റ് പടം നല്ല സൂപ്പറായിട്ട് തന്നു, അത് സമാധാനം, ഞങ്ങൾക്ക് ഒരു തൃപ്തിയായി.